അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മുടെ ജീവിതത്തിൽ വായനക്ക് വലിയ സ്ഥാനമുണ്ട്. എന്നാൽ നമ്മളിൽ അധികം ആളുകളും വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരേയല്ല. കാരണം ഒന്നുകിൽ മടിയോ അല്ലെങ്കിൽ സമയക്കുറവോ ഒക്കെയാകാം. പക്ഷേ പുസ്തകങ്ങളും പത്രങ്ങളും വായിക്കാൻ മടിയാണെങ്കിലും എഴുതാപ്പുറം വായിക്കാൻ നമ്മളിൽ പലരും വളരെ മിടുക്കന്മാരാണ്. എഴുതാപ്പുറം അഥവാ മറ്റൊരാൾ മനസ്സിൽ വിചാരിച്ചിട്ട് പോലുമില്ലാത്ത കാര്യങ്ങൾ അവരുടെ വാക്കുകളിൽ നിന്നോ അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നോ മനസ്സിലാക്കിയെടുക്കുന്ന അപൂർവമായ കല. ഒരുപാട് ബന്ധങ്ങളെ എഴുതാപ്പുറം വായന തകർത്തെറിഞ്ഞിട്ടുണ്ട്. സ്നേഹത്തോടെ കഴിഞ്ഞ ഒരുപാട് ആളുകളെ ഇനി ഒരിക്കലും മടുക്കാത്ത വിധത്തിൽ ഇത് അകറ്റി നിർത്തിയിട്ടുണ്ട്. കൂടപ്പിറപ്പിൻ്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞ പല കാര്യങ്ങളും തിരിച്ചു വന്ന് നമ്മളെ തന്നെ വേദനിപ്പിച്ച എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നവരെ കൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കരഞ്ഞവരായിരിക്കും നമ്മളിലെല്ലാവരും. നമ്മൾ ഒരിക്കൽ പോലും മനസ്സിൽ വിചാരിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദന അത് മറ്റൊരാൾക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നമ്മൾ ഒറ്റയ്ക്ക് കരഞ്ഞത്, നമ്മൾ വേദന കൊണ്ട് മറ്റൊരാളോട് പറയാൻ പോലും മടിച്ചത് നമ്മളുടെ മാത്രം ചരിത്രങ്ങളാണ്. എഴുതാപ്പുറം വായിക്കുന്നവരും കാണാപ്പുറം കാണുന്നവരും യഥാർത്ഥത്തിൽ കുടുംബത്തിനും നാടിനും ബന്ധങ്ങൾക്കും വലിയ മുറിവാണ് ഉണ്ടാക്കുന്നത്. അവൻ അല്ലെങ്കിൽ അവൾ അങ്ങനെയാണെന്നും സ്നേഹമില്ലാത്തവനാണെന്നും നിന്നെ ഒരിക്കൽ പോലും ഓർമ്മയില്ലാത്തവനാണെന്നും ഇത്ര പെട്ടെന്ന് നിനക്കെങ്ങനെയാണ് ഉറപ്പിക്കാൻ സാധിക്കുന്നത്? അതുവരെ ചെയ്ത എല്ലാ നന്മകളും നമ്മൾ മറക്കും. അവൻ്റെ ഏതെങ്കിലും ഒരു വാക്കിൽ പിടിച്ച് അതിൽ കടിച്ചു തൂങ്ങി അതാണ് നമ്മുടെ സുഹൃത്തെന്ന് നമ്മൾ വിലയിരുത്തും, വിധിയെടുത്തും. ലിയോ ടോൾസ്റ്റോയിയുടെ പ്രസിദ്ധമായൊരു കവിതയുണ്ട്, കോഫി ഷോപ്പ് ഓഫ് സൂറത്ത്. വളരെ മനോഹരമായൊരു ഗ്രാമത്തിൽ ആളുകൾ രാവിലെ ഒരു ചായക്കടയിൽ ഒരുമിച്ച് കൂടും. ആ ചായക്കടയിൽ ഇരുന്നു കൊണ്ട് കുശലങ്ങൾ പറയും, പല പല കാര്യങ്ങളും ചർച്ച ചെയ്യും. പല രീതിയിലുള്ള വിഷയങ്ങളിലും പല രീതിയിലുള്ള സംഭവങ്ങളെക്കുറിച്ചും പല വ്യത്യസ്തമായ നാടുകളെക്കുറിച്ചും അവർ ആ ചായക്കടയിൽ ഒരു വലിയ ചർച്ചയുടെ കേന്ദ്രമാക്കി മാറ്റുന്ന മനോഹരമായ ചിത്രം. ഒരിക്കൽ വിശ്വാസത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ മുന്നോട്ട് വച്ചു. ചിലർ പറഞ്ഞു എൻ്റെ വിശ്വാസമാണ് ശരി, ചിലർ പറഞ്ഞു എൻ്റെ വിശ്വാസത്തിന് ഇത്തരം പ്രത്യേകതകളുണ്ട്. അങ്ങനെ വിശ്വാസത്തെക്കുറിച്ച് ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കെ ആ ചായക്കടയിലേക്ക് പക്വത തോന്നിപ്പിക്കുന്ന വൃദ്ധനായൊരു മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് അവരുടെ ഈ തർക്കത്തിന് മനോഹരമായ ഒരു ഉപമ പറഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്നതിൻ്റെ വിഡ്ഢിത്തം ബോധ്യപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഈ തർക്കം 4 അന്ധന്മാർ ആനയെ കാണാൻ പോയതുപോലെയാണ്. അന്ധന്മാർ ആനയെ കാണാൻ പോയ ഉദാഹരണം പലയിടത്തു നിന്നും പലർ പറഞ്ഞതായും നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്കിലും 1981 ലിയോ ടോൾസ്റ്റോയിയുടെ കോഫി ഷോപ്പ് ഓഫ് സൂറത്ത് എന്ന കഥയിലാണ് നമ്മളിതാദ്യം കാണുന്നത്. അദ്ദേഹം പറഞ്ഞു, 4 അന്ധന്മാർ ആനയെ കാണാൻ പോയി. ഒന്നാമത്തെ ആൾ ആനയുടെ വാലിൽ പിടിച്ചിട്ട് പറഞ്ഞു, ആന എന്ന് പറയുന്ന ജീവി ഒരു ചൂല് പോലെയാണ്. ആനയുടെ കാലിൽ പിടിച്ച അന്ധൻ പറഞ്ഞു, ആന എന്ന് പറയുന്ന ജീവി നീ പറയുന്നത് പോലെ ചൂല് പോലെയല്ല, മറിച്ച് ഇതൊരു മരം പോലെയാണ്. മൂന്നാമത്തെ അന്ധൻ ആനയുടെ പുറത്ത് തൊട്ടുകൊണ്ട് ആനയുടെ വയറിൻ്റെ ഭാഗത്ത് തൊട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പറയുന്നത് തെറ്റാണ്. ഒരിക്കലും ആന എന്ന് പറയുന്ന ജീവി ചൂല് പോലെയോ മരം പോലെയോ അല്ല, മറിച്ച് ആന എന്ന് പറയുന്ന ജീവി ചുമല് പോലെയാണ്. നാലാമത്തെ ആൾ തൊടുന്നത് ആനയുടെ ചെവിയിലാണ്. ആനയുടെ വലിയ ചെവിയിൽ തൊട്ടുകൊണ്ട് നാലാമത്തെയാൾ ശക്തിയുക്തം വാദിച്ചു. അയാൾ മറ്റുള്ളവരോട് തർക്കിച്ചു, നിങ്ങൾ 3 ആളുകളും പറഞ്ഞത് തെറ്റാണ്. ആന ഒരിക്കലും ചൂല് പോലെയോ മരം പോലെയോ ചുമര് പോലെയോ അല്ല, ആന യഥാർത്ഥത്തിൽ ഒരു മുറം പോലെയാണ്. ഇതാണ് നമ്മളിൽ പലരും. നമ്മൾ എന്താണോ കണ്ടത് അത് മാത്രം ശരിയെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. മറ്റുള്ളവനെ കേൾക്കാൻ പോലും തയ്യാറല്ലാതെ മറ്റുള്ളവൻ്റെ അഭിപ്രായം പോലും ആരായാനോ മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥ പോലും കാണിക്കാതെ നമ്മൾ മറ്റുള്ളവരെ തെറ്റെന്ന് വിധിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇജ്തനിബൂ കസീറൻ മിനൽ, നിങ്ങൾ ഭൂരിഭാഗം വരുന്ന നിങ്ങളുടെ ധാരണകൾ നിങ്ങൾ ഒഴിവാക്കുക. ഇന്ന ബഅദൽ-ലന്നി ഇസ്മുൻ, ചില ധാരണകൾ തെറ്റാണ്. ചില ധാരണകൾ തെറ്റെന്ന് പറയാൻ മറ്റുള്ളവനെക്കുറിച്ച് നീ കരുതുന്നതായിരിക്കില്ല അവൻ്റെ വേദനയിൽ, അവൻ്റെ പ്രയാസത്തിൽ, അവൻ വീട്ടിലിരിക്കുമ്പോൾ നീ കരുതുന്നത്
നിന്നെ ഓർക്കാനോ നിന്നെ സന്ദർശിക്കാനോ അവന് സമയം കിട്ടിയിട്ടില്ല എന്നാണ്. നിന്നെക്കുറിച്ച് ആലോചിക്കാൻ നിൻ്റെ സുഹൃത്തിന് ഒരുക്കമില്ലെന്നാണ്. പക്ഷെ അവൻ്റെ വേദനകളും അവൻ്റെ കഷ്ടപ്പാടുകളും അറിയുന്നവൻ അവൻ മാത്രമാണെന്ന ബോധ്യം പോലും നിനക്കില്ലാതായി പോയതെന്തേ? ക്ലാര റെയ്നോൾഡിൻ്റെ അതിമനോഹരമായ ഒരു കഥയുണ്ട്, കേസ് ഓഫ് ദി എംപ്റ്റി സീറ്റ്. മാനി എന്ന് തോന്നിക്കുന്നൊരു യുവതി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആ ട്രെയിനിലേക്ക് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച വളരെ ക്ഷീണിതനായ മുടി പറഞ്ഞു നിൽക്കുന്ന ഒരാൾ കയറി വന്ന് ഈ യുവതിയുടെ അടുത്തിരിക്കുന്നു. ഈ യുവതിക്ക് ഒരിക്കലും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. കാരണം പൊതുജനങ്ങളുടെ മധ്യത്തിൽ ആൾ കൂടുന്നിടത്ത് കുറച്ച് മാന്യമായി വസ്ത്രം ധരിച്ച് നന്നായി വരേണ്ടതിന് പകരം ഇങ്ങനെ മുഷിഞ്ഞു വന്ന് നിൽക്കുന്ന ആൾ എന്ത് തരത്തിലുള്ള സന്ദേശമാണ് കൈമാറുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് അയാളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ആ യുവതി ട്രെയിനിലിരിക്കാൻ. ട്രെയിനിലെ ഓരോ സമയങ്ങൾ കഴിയും തോറും അയാളുടെ ക്ഷീണവും അയാളുടെ അപക്വമായ പെരുമാറ്റങ്ങളും ട്രെയിനിൽ തലചായ്ച്ച് പുറകോട്ട് ചാഞ്ഞുറങ്ങാനുള്ള ശ്രമങ്ങളുമെല്ലാം ഈ യുവതിയിൽ അസഹിഷ്ണുത കൂട്ടുന്നുണ്ട്. പെട്ടെന്ന് ഇയാളുടെ പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് വീണൊരു കടലാസിൽ ഈ കുട്ടി സൂക്ഷിച്ചു നോക്കുകയാണ്. യുവതി സൂക്ഷിച്ചു നോക്കുമ്പോൾ അതിൽ കാണുന്നത് ഒരാഴ്ചത്തെ ആശുപത്രിയുടെ ബില്ലാണ്. അയാളിൽ കഴിഞ്ഞുപോയ സർജറിയുടെ ഡീറ്റെയിലുകളും ആശുപത്രിയിൽ നിന്ന് പണമില്ലാത്തതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ടതുമെല്ലാം എഴുതി വെക്കപ്പെട്ട കടലാസിൻ്റെ കഷ്ണത്തിൽ നിന്ന് ആ യുവതി തന്നെ മനസ്സിലാക്കുകയാണ്. ഒരാളെ അറിയുന്നതിന് മുമ്പ്, ഒരാളെ മനസ്സിലാക്കുന്നതിന് മുമ്പ് അയാളെക്കുറിച്ച് വിധിയെഴുതുകയും അയാളെക്കുറിച്ച് തെറ്റായി മനസ്സിലാക്കുകയും ചെയ്യുന്ന ഞാനെത്ര ഹതഭാഗിയെന്നും ഞാനെത്ര വിഡ്ഢിയെന്നും ചിന്തിച്ചുകൊണ്ട് പശ്ചാത്തപിക്കുന്ന പെൺകുട്ടി. ഇത് അപരൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ നാം തയ്യാറല്ലാത്തതുകൊണ്ടാണ്. അപരൻ്റെ മറ്റുള്ളവൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്ത് പറയും, ഞാനാണെങ്കിൽ എന്ത് പ്രവർത്തിക്കുമെന്ന് ഒരു നിമിഷം ചിന്തിച്ചാൽ ആ മനോഭാവം നമുക്ക് മാറ്റിയെടുക്കാവുന്നതേയുള്ളൂ. അവരും നമ്മളെപ്പോലെ ഉള്ളവരാണെന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ കടന്നു വന്നെങ്കിൽ മാത്രമേ മറ്റുള്ളവരെക്കുറിച്ചുള്ള ധാരണകളും മറ്റുള്ളവരെക്കുറിച്ചുള്ള തെറ്റായ ചിന്തയും നമുക്ക് മാറ്റാൻ കഴിയൂ. അപ്പോഴേ നമ്മൾ എഴുതാപ്പുറം വായിക്കുന്ന ശീലം അവസാനിപ്പിക്കൂ. അതുമാത്രമേ നമുക്ക് മറ്റുള്ളവർക്കും ഗുണം ചെയ്യൂ. നാം നല്ല വ്യക്തികളായി, നല്ല മനുഷ്യരായി, നല്ല സുഹൃത്തുക്കളായി, നല്ല കുടുംബാംഗങ്ങളായി മാറാൻ ശ്രമിക്കുക. നാഥൻ തുണക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.